ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുവാഹട്ടി എയർപോർട്ടിലാണ്. ആസാമിൻ്റെ തലസ്ഥാനമായ ഗുവാഹട്ടിയിൽ. അപ്പോൾ സെവൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു മെയിൻ എയർപോർട്ട് എന്ന് തന്നെ പറയാം ഗുവാഹട്ടി. സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിലെ 7 സ്റ്റേറ്റുകൾക്ക് പറയുന്ന ഇതാണ് സെവൻ സിസ്റ്റേഴ്സ് എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. മേഘാലയ, ഷില്ലോങ് ഒക്കെ ഇറങ്ങാൻ വരുന്നവർക്ക് ആദ്യം ഗുവാഹട്ടിയിലാണ് ഇറങ്ങുന്നത്. ട്രെയിനിനായാലും ഫ്ലൈറ്റിനായാലും വന്ന് ഗുവാഹട്ടി ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് അവരുടെ പാക്കേജുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുവാഹട്ടി എയർപോർട്ടിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ബോർഡിങ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ എയർക്രാഫ്റ്റിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഈ കിടക്കുന്ന ഇൻഡിക്കോ അല്ല കേട്ടോ, നമ്മുടെ ആകാശ എയറാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആകാശ എയറിൽ പോകുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ചേട്ടൻ നിന്നിച്ച് ഇതിൻ്റെ കണ്ണാടിയൊക്കെ തുടയ്ക്കുന്നുണ്ട്, വിൻഡോ. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരുന്നു. ആകാശ എയറിൽ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് നോക്കി കാണുമായിരുന്നു. അപ്പം ഇത് ഇൻഡിക്കോ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അങ്ങനെ എയർ ഹോസ്റ്റസ്സുകാർ അടുത്ത ഇൻസ്ട്രക്ഷനൊക്കെ തന്നെ നമ്മൾ യാത്ര തുടങ്ങി. ടേക്ക് ഓഫ് ചെയ്തു ഗുവാഹട്ടിയിൽ നിന്ന്. ഇനി 3 മണിക്കൂർ എടുക്കും നമ്മൾ ബാംഗ്ലൂർ എത്താൻ. അപ്പോൾ ഇരുട്ടാകാൻ തുടങ്ങി മെല്ലെ ഉറക്കത്തിലേക്ക് നിന്നു. പിന്നെ എണീറ്റത് ബാംഗ്ലൂർ ലാൻഡ് ചെയ്യാറായപ്പോഴാണ്. ബാംഗ്ലൂർ ലാൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ സിറ്റി വ്യൂ നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തത് ഞാൻ പെട്ടെന്ന് ചാടി അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് അധികം ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ലഗേജ് ബാഗൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഹാൻഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തണം. കാരണം രാത്രി 8:30 നമ്മൾ ലാൻഡ് ചെയ്തപ്പോൾ. അത് കഴിഞ്ഞ് 11:30 ആകുമ്പോഴത്തേനും KSRTC ബസ്, ലാസ്റ്റ് ബസ് അവിടെ നിന്ന് എടുക്കും, സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവിടെ എത്തേണ്ടതായതുകൊണ്ട് വേഗം ചാടി ഇറങ്ങി നമ്മൾ അടുത്ത ബസ് പിടിച്ച് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. 11:15 ബസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. KSRTC നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സാധാരണ ബാംഗ്ലൂരിൽ നിന്ന് പോകുമ്പോൾ KSRTC ആണ് പ്രിഫർ ചെയ്യുക. അതാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്, അതും നോർമൽ KSRTC. അങ്ങനെ നമ്മൾ രാത്രി ബന്ദിപ്പൂർ കാട്ടിൽ ഇതുണ്ടായിരുന്നു, 2 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മളിപ്പോൾ ബത്തേരി എത്തിയിട്ടുണ്ട്. ബത്തേരി ഇറങ്ങി രാവിലെ ഒരു ചായയും കടിയൊക്കെ കഴിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചായക്കട കേട്ടോ. രാവിലെ തന്നെ ഇങ്ങനെ ചൂടോടെ ചായയൊക്കെ ആകുന്ന നല്ല രസമാണ് കാണാൻ. മറ്റേ കടിയും എല്ലാം നിറഞ്ഞ് നിൽക്കുന്നതാണ്. പിന്നെ ഇത് ഇവിടെ നമ്മുടെ തേയിലത്തോട്ടം കണ്ടപ്പോൾ ആസാമിൽ ഓർമ്മ വന്നു. ആസാമിലും തേയിലത്തോട്ടം തന്നെയാണ് കൂടുതലും. പിന്നെ അങ്ങനെ നമ്മൾ ചുരം ഇറങ്ങി വീട്ടിൽ ഒരു പ്രൈവറ്റ് ബസ് പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മളേക്കകത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ഒരാൾ സ്കൂളിൽ പോയതായിരുന്നു. എത്തിയപ്പോഴത്തേനും വലിയ സന്തോഷമായി, കുറേ മാസത്തിന് ശേഷം കാണുന്നതായതുകൊണ്ട്. അങ്ങനെ ഞാൻ വേഗം കയറി ചെന്ന് അവളെ കോരിയെടുത്ത്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.